ഇന്ന് നമുക്കില്ലേ ഷിഫാസ് നാസർ എഴുതിയ സ്നോഫോൾ ഡയറീസ് എന്ന പുസ്തകം പരിചയപ്പെട്ടാലോ? ഈ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ, അതായത് ഈ മഞ്ഞ് വീഴുന്ന പോലെ, എന്താ ഇപ്പോൾ പറയാം, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകം എന്നൊക്കെ പറയാൻ പറ്റിയൊരു പുസ്തകമാണ് കേട്ടത്. അതായത് വളരെ ലൈറ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ കേൾക്കുന്ന ഫീലിലൊക്കെ വായിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ്. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നറിയോ? ഇതിലെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അത് സൂപ്പറാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു എയർപോർട്ടിൽ ചെല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത് വളരെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പ്രണയത്തോടെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കുറച്ച് ഇറിറ്റേഷൻ തരുന്ന രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വീഴുന്ന മഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ഭൂമി ഒരുങ്ങുന്ന ഒരു രീതി പറയുന്നുണ്ട്. അയ്യോ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയട്ടെ. അതായത് ഈ പുസ്തകത്തിൽ ഫസ്റ്റ് മഞ്ഞ് വീഴുന്ന ഭാഗം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ നാട്ടിൽ ഈ വർഷത്തെ ഫസ്റ്റ് വേനൽ മഴ പെയ്യുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര മിറാക്കിളായിട്ട് തോന്നി എനിക്ക്. ഈ ബുക്കിലൂടെ, ഈ വായനയിലൂടെ കാണുന്ന കാഴ്ചകൾ, പ്രകൃതിയുടെ ഭംഗി, ആ തണുപ്പ്, റോഡുകൾ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല രസത്തിന് ഒരു താരാട്ടൊക്കെ ആസ്വദിക്കുന്ന പോലെ വായിച്ചു വരുമ്പോഴാണ് ഈ പുസ്തകത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അത് തരുന്നൊരു ഷോക്ക്, അതിൽ നിന്ന് മറികടന്ന് വീണ്ടും ആ താരാട്ടിലേക്ക് ലയിച്ച് ചേരുമ്പോഴാണ് വീണ്ടും ഒരു ഷോക്ക് ഉണ്ടാവുന്നത്. അവസാനം വല്ലാത്തൊരു നിശബ്ദതയിലേക്ക് നമ്മൾ ഈ പുസ്തകം കൊണ്ട് നിർത്തുന്നുണ്ടെങ്കിലും ഏതൊരു നിശബ്ദതയിൽ, ഏതൊരു സിറ്റുവേഷനിലും എവിടെ നിന്നായാലും വീണ്ടും എഴുന്നേറ്റ് നടക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി തന്നു പോകുന്ന പുസ്തകമാണ് കേട്ടത്. അതായത് എന്തൊക്കെയായാലും ജീവിതം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പുസ്തകമാണ് സ്നോഫോൾ ഡയറീസ്. ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പുസ്തകമാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഷിഫാസ് നാസർ എഴുതിയ സ്നോഫോൾ ഡയറീസ്.